തിരുവനന്തപുരത്ത് തന്നെ പാറശാല കാരക്കോണം ഗവൺമെന്റ് UPSലെ 180 നമ്പർ ബൂത്തിൽ കള്ളവോട്ട് എന്ന് പരാതിയുണ്ട്. അവിടുത്തെ വോട്ടറായ വീട്ടമ്മ മിനിയുടെ വോട്ട് ആരോ നേരത്തെ ചെയ്തു എന്നാണ് പരാതി. അത് ഗൗരവമുള്ള പരാതിയാണ്. മിനി ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പ്രതികരണവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആദ്യം അതിലേക്കും. ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഇപ്പോൾ വോട്ടിടാൻ വേണ്ടി വന്നപ്പോഴവർ പറയണ എൻ്റെ പേരിൽ ആരോ വോട്ടിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇനി വോട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, പറ്റിയില്ല. ഞാൻ അതുകൊണ്ട് ഇവിടെ ഇവരോടെയൊക്കെ ഇവരോട് എല്ലാവരോടും പറഞ്ഞപ്പം ഇരിക്കാൻ പറഞ്ഞു. അവർ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നീ കിട്ടുമെന്നറിയില്ല, അവർ പറയാമെന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കള്ളവോട്ട് നടന്നു എന്നല്ലേ അർത്ഥം? ആയിരിക്കാം. വന്നപ്പോൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ നിസ്സഹായം അടങ്ങുകയായിരുന്നു. ഇവിടെ വീട്ടമ്മയ്ക്ക് വോട്ടിനുള്ള അവസരം കിട്ടുമോ? അതെങ്ങനെ കിട്ടുമെന്നാണ് ഇനി? അലക്സ കേൾക്കാമോ? അലക്സ, ഈ വീട്ടമ്മയ്ക്ക് ഒരു വോട്ട് ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടാക്കാമെന്ന് ഉറപ്പിലാണ് അവിടെ നിൽക്കുന്നത്. ഹാഷ്മി, തീർച്ചയായും തീർച്ചയായും അത് ആ വീട്ടമ്മയുടെ നിസ്സഹായ അവസ്ഥയാണ് അവർ പറഞ്ഞത്. അവർ രാവിലെ ജോലിക്ക് പോയിരുന്നൊരു വീട്ടമ്മയാണ്. അതിനുശേഷം അവർ ജോലിക്ക് ശേഷം വോട്ട് ചെയ്യാനായി എത്തിയതാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കിഴക്കൻ മേഖലയിലാണ് ഞാനുള്ളത്. പാറശാല നിയോജക മണ്ഡലത്തിനു കീഴിലാണ്. കാരക്കോണം ഗവൺമെൻറ് UP സ്കൂളാണ്. ആ സ്കൂളിലെ 180 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയതാണ് വീട്ടമ്മ. മിനി എന്നാണ് അവരുടെ പേര്. വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അവരോട് ഉദ്യോഗസ്ഥർ പറഞ്ഞത് നിങ്ങളുടെ വോട്ട് അത് നേരത്തെ മറ്റാരോ ചെയ്തു പോയി എന്നാണ് അവരോട് പറഞ്ഞത്. തുടർന്ന് അവർ വോട്ട് ചെയ്യാനാകാതെ പുറത്തേക്ക് വരികയായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് ഈ കാര്യം പറയുന്നു. അവർ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരോടെത്തി ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. അവർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്ന് പറയുന്നു. ഇനി അത് ചലഞ്ച് ചെയ്യുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്താണെങ്കിലും നിങ്ങൾ കാത്തിരിക്കൂ എന്ന മറുപടിയാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അവരെന്താണെങ്കിലും ഒരു കസേരയിൽ 180 നമ്പർ ബൂത്തിന് പുറത്ത് കാത്തിരിക്കുന്നുണ്ട് ഹാഷ്മി. ഒരുപക്ഷെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ ഉദ്യോഗസ്ഥരാണ്. അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം അവർ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കള്ളവോട്ട് നടന്നു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. കാരണം വളരെ നേരത്തെ തന്നെ അവരുടെ പേരിലുള്ള ഇനി എന്ന പേരിലുള്ള വോട്ട് ഈ 180 നമ്പർ ബൂത്തിൽ ചെയ്തു പോയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാം ആ ക്യൂവിൽ നീണ്ട ആളുണ്ട്. 2 ബൂത്തുകളാണ് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. 170 ബൂത്തും 180 നമ്പർ ബൂത്തും. നമുക്കറിയാവുന്നതുപോലെ പാറശാല മേഖല ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കിഴക്കൻ പതിവിന് വിരുദ്ധമായി സാധാരണ ഇതിലുള്ളതിനേക്കാൾ കൂടുതൽ കള്ളവോട്ട് ആരോപണങ്ങൾ കേട്ടൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്താണ് കാരണം എന്നൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇവിടെ കൊല്ലം പത്തനാപുരത്ത് LDF UDF കയ്യാങ്കളിൽ നിന്ന് കേൾക്കുന്നു. നടക്കുന്ന ഗവൺമെന്റ് LPSൽ 47-49 ബൂത്തുകളിലാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ കയ്യേറ്റം വാക്കേറ്റം കയ്യാങ്കളിലെത്തി വോട്ടർമാരെ വാഹനങ്ങൾ എത്തിക്കുന്നതിനുള്ള ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിൽ കലാശിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ചേലക്കരയിൽ നിന്ന് ഒരു കള്ളവോട്ട് പരാതി വരുന്നുണ്ട്. വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി 67 നമ്പർ ബൂത്തിൽ വോട്ട് മാറി ചെയ്തു. അപ്പോൾ ഈ കള്ളവോട്ട് പരാതി നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ ഇത്തവണ കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. പലയിടത്തും എന്താണ് ഈ വീണ്ടും വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നുമുണ്ട് കേട്ടോ, ചലഞ്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും എല്ലാ ബൂത്തുകളിലും കേരളം അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടുമിക്ക എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോഴും പ്രകടമാണ്. 6 മണിക്ക് എന്തായാലും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഔദ്യോഗിക സമയം. പക്ഷേ 6 മണിക്ക് ആ പോളിംഗ് ബൂത്തിൽ എത്താൻ കഴിയുന്ന എല്ലാവർക്കും അവസാന വോട്ടും രേഖപ്പെടുത്തിയിട്ടേ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്ന പോളിംഗ് ഓഫീസർമാർ.